ഇത് ചെയ്തിട്ട് ആ സമയത്താണോ മേനക ചേച്ചി അഭിനയിച്ച ആണോ പെണ്ണോ ആ പാട്ടൊക്കെ വന്ന് ആയിരിക്കണം. ആണോ പെണ്ണോ ആ ആ കാലഘട്ടമാണോ? കുറേ പാട്ടുകൾ ആ സമയത്താണ് വന്നത്. ആ, അങ്ങനെ വന്നിട്ടുണ്ട്. ഓ അതൊരു കാലഘട്ടം അതെ അല്ലേ? അതെ. ഇതിന്റെ സുവർണ്ണ ഒരു തുടക്കമാണ് കേട്ടോ. കാലഘട്ടം. നമ്മളൊരു നല്ല ഫേസിലാണ് ആക്ച്വലി. കാരണം നമ്മൾ അതും കണ്ടു, അതിൽ കൂടെ കടന്ന് ഇപ്പൊ ഇത് കാണുന്നുണ്ട്. ഇതും കാണും. ഇനി എന്താണെന്നുള്ള അറിഞ്ഞില്ല. എന്തായാലും സംഗീത ലോകത്ത് ഒരു വലിയ കാര്യം മാറ്റം നിങ്ങളെല്ലാവരും ചേർന്ന് വരുത്തട്ടെ എന്നൊന്നും കൂടി ഞാൻ പറയുകയാണ്. ഇപ്പം പാട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാമിലിയിൽ. ഇപ്പം ഹസ്ബൻഡ് ശ്യാമും ഉം. പാട്ട് എൻജോയ് ചെയ്യുന്ന ആളാണോ? അങ്ങനെയാണ് തീർച്ചയായിട്ടും, ഒരുപാട് തീർച്ചയായിട്ടും. ഇത് ചെയ്യുന്ന ആളാണ്. പാട്ട് പാടുവൊന്നുമില്ല, പക്ഷെ എന്നെ മതി, വളരെയധികം support. സപ്പോർട്ടീവ് ആണ്. അതെ എൻജോയ് ചെയ്യാറുണ്ട്. അതെ. മോനോ? മോന് ഇപ്പൊ അവന് പാടണം എന്ന് വളരെയധികം ഒരു താല്പര്യം വന്നു തുടങ്ങി. അല്ലാതെ കാലത്തെ പാട്ട് പാടുന്നുണ്ട് ആള്, നന്നായി പാടും. പക്ഷെ സ്വയം ഒരു തോന്നൽ ബോധം വരണമല്ലോ. വരണം. അതെ അതെ. സ്വയം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക്. ഇപ്പം അങ്ങനത്തെ അല്ല, ശരിക്കും അത് അഖിലയുടെ വേറൊരു ഇതാണ്. കാരണം ഇപ്പം കാണുന്നത് കുറേ കുട്ടികളെ കൊണ്ടുവന്ന് പാടാൻ പോലും പറ്റാത്ത കുട്ടികളെ കൊണ്ടുപോയി അടിച്ചു പൊഴിപ്പിച്ച് പാടും. ആ ഒരു ഇത് വരുന്നുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ അതുണ്ട്, പാടില്ല. അതുണ്ട്. ക്രിയേറ്റീവ് ഫീൽഡിൽ അത് എനിക്ക് വരാൻ തോന്നുന്നു പാടില്ല. അത് കുറെയൊക്കെ പുറത്തുള്ള ആ. പാരൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനും ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെ അവർക്ക് അവസരങ്ങൾ കുറവല്ലേ. അതെ അതെ അതെ. ഓൺലൈനിലൂടെ അതെ, ആയിരിക്കും അതെ. പഠിപ്പിക്കുന്നത്. ഭയങ്കര താല്പര്യമായിരിക്കും. അതെ. അപ്പൊ അങ്ങനെ കുറെ കുട്ടികളെ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ക്ലാസിക്കൽ ബേസ് ഉള്ള ആൾക്കാരാണ് അല്ലേ? ഉം. ഇന്നിപ്പോൾ ഉള്ള കുട്ടികൾക്ക് ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ, ക്ലാസിക് മ്യൂസിക് എന്ന് പറയുമ്പോൾ അതിനൊരു നല്ല ഒരു എന്താ പറയുക, ഒരു തപസ് പോലെ തന്നെയാണ് പാട്ട് ഇത് അതെ, ചെയ്യേണ്ടത്. അതെ, അതെ. അതിൻ്റെ ഓരോന്നും ഓരോ എന്താ പറയുക, ഒരു സ്വരത്തിനനുസരിച്ച് അതിൻ്റെ അത് മനസ്സിലാക്കി ഉം. ഓരോന്ന് അതിൻ്റെ ഒരു ക്രമമുണ്ടല്ലോ. ആ ക്രമത്തിൽ പാടി പഠിച്ച് വരുന്നവരും ഉം. ഇപ്പോൾ വരുന്നവർക്ക് ടൈമില്ല. ഇപ്പോൾ എല്ലാത്തിനും ടൈം ഇല്ല എന്നാണല്ലോ പറയുന്നത്. എല്ലാം ബിസി. അപ്പോൾ അങ്ങനെ വരുന്നതിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികൾക്ക് പാട്ടിൻ്റെ ഇതിൽ? അതോ ഇപ്പോഴത്തെ സ്റ്റൈൽ പാട്ടിൽ അതിനൊന്നും ആവശ്യമില്ലേ? അയ്യോ, അങ്ങനെ ആവശ്യമില്ല എന്നല്ല, എന്തെങ്കിലും ബേസ് വേണമല്ലോ. നമ്മൾ എന്ത് ജോലി ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണം. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ബേസിക് ഒരു നോളജ് വേണം. അത് പഠിച്ചു പോകുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അത് വരുന്നത് അല്ലേ? വരുന്നത്. ആ, പിന്നെ ഇൻബോൺ ടാലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അതെ അവര് അവർ കേട്ട് അവർക്കൊരു ടാലന്റ് ഉണ്ട്. അത് അതെ, കേട്ട് അതെ. പാടുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. പക്ഷെ ശരിക്കും അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ ശാസ്ത്രീയമായിട്ട് ട്രെയിൻ ഒരു profession ആയിട്ട് എടുക്കണമെങ്കിൽ അല്ലേ? തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കണമെങ്കിൽ എന്തായാലും അത് പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.